ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയൊരു ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം സബ്ട്രാക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഏതൊക്കെ സബ്ട്രാക്ഷൻസ് നമ്പർ സിസ്റ്റം സബ്ട്രാക്ഷനിൽ പഠിക്കാനുണ്ടാവും? ഒന്ന് പഠിക്കാനുള്ളത് ബൈനറി സബ്ട്രാക്ഷൻ, ഒക്ടൽ സബ്ട്രാക്ഷൻ, ഹെക്സാഡെസിമൽ സബ്ട്രാക്ഷൻ. ഈ 3 സബ്ട്രാക്ഷൻ സ്കീമുകളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഡീഷൻ ആയിരുന്നു പഠിച്ചിരുന്നത്. അതായത് ബൈനറി അഡീഷൻ, ഒക്ടൽ അഡീഷൻ, ഹെക്സാഡെസിമൽ അഡീഷൻ, ഇങ്ങനെ 3 അഡീഷൻസ് ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അതിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷനിൽ നമുക്ക് 2 രീതിയിലുള്ള സബ്ട്രാക്ഷൻ സ്കീംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. 2 സെനാരിയോസാണ് ബേസിക്കലി ഇതിൽ വരുന്നത്. ഒന്ന്, ഹൗ ടു സബ്ട്രാക്ട് എ ലാർജർ നമ്പർ ഫ്രം എ സ്മോളർ നമ്പർ ആൻഡ് ഹൗ ടു സബ്ട്രാക്ട് എ സ്മോളർ നമ്പർ ഫ്രം ലാർജർ നമ്പർ. ഈ 2 ബേസിക് പ്രിൻസിപ്പിളിലാണ് നമുക്ക് സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാനുള്ളത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി സബ്ട്രാക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ ബൈനറി സബ്ട്രാക്ഷനിൽ ബേസിക്കലി നമ്മൾ 3 മെത്തേഡ്സാണ് എംപ്ലോയ് ചെയ്യുന്നത് ബൈനറി സബ്ട്രാക്ഷൻ എൻ്റെ കേസിൽ. അപ്പോൾ നമുക്കിതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ജനറൽ മെത്തേഡാണ് ബൈനറി സബ്ട്രാക്ഷൻ. സോ ഹൗ ടു പെർഫോം ജനറൽ മെത്തേഡ് നമുക്കത് നോക്കാം. സെക്കൻഡ് മെത്തേഡ് വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡാണ്. അതുപോലെ തേർഡ് മെത്തേഡ് ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡാണ്. സോ നമുക്ക് ഈ 3 മെത്തേഡിലൂടെ ബൈനറി സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ജനറൽ മെത്തേഡാണ് ചോദിക്കുന്നതെങ്കിൽ അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. വൺസ് കോംപ്ലിമെൻറ്റും ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡും 4 മാർക്കിൻ്റെ പ്രോബ്ലംസ് ആയിട്ടാണ് ചോദിക്കുക എക്സാമിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? ജനറൽ മെത്തേഡ് ഓഫ് ബൈനറി സബ്ട്രാക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ജനറൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ടിപ്പിക്കലി 2 നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യുന്നത്, ഡെസിമൽ നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യുന്നത്, അതേ മെത്തേഡ് ആണ് നമ്മൾ ജനറൽ മെത്തേഡിൽ എംപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് 2 ബൈനറി നമ്പേഴ്സിനായതുകൊണ്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ബൈനറിയുടെ ജനറൽ ഓപ്പറേഷൻസ് നമുക്ക് അറിയണം. 0 - 0 എന്ന് പറയുന്നത് 0 ആണ്, 1 - 1 എന്ന് പറയുന്നത് 0 ആണ്, 1 - 0 എന്ന് പറയുന്നത് 1 ആണ്. സെയിം വേ 0 - 1 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1 ആണ് ആക്ച്വലി. സോ 0 - 1 നമ്മൾ ചെയ്യുമ്പോൾ റിസൾട്ട് വിൽ ബി 1 വിത്ത് ബോറോ 1. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ജനറൽ മെത്തേഡ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ബൈനറി സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട ഒറ്റ കാര്യം, ബൈനറിയുടെ ബേസ് എന്നുള്ളത് 2 ആണ് അല്ലേ. അപ്പോൾ ബൈനറിയിൽ ആകെ ഉണ്ടാകുന്ന 2 നമ്പേഴ്സ്, ഒന്ന് 0യും ഒന്ന് 1ഉം ആണ്. അപ്പോൾ ബൈനറി സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മളൊരു ജനറൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന എക്സാമ്പിൾ 11011 മൈനസ് 10110. അപ്പോൾ ശരിക്കും നോർമൽ മെത്തേഡ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ലാർജർ നമ്പർ എന്നൊരു സ്മോളർ നമ്പർ കുറയ്ക്കുന്നതാണ്. ലാർജർ എങ്ങനെ സ്മോളർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ പറയാം. അപ്പോൾ ബൈനറി സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം, കുറച്ച് കോമൺ കാര്യങ്ങൾ അറിയണം. വാട്ട് ഈസ് 0 - 0? 0 - 0 വിൽ ബി 0, റൈറ്റ്? സോ സെയിം വേ വാട്ട് ഈസ് 1 - 1? 1 - 1 വിൽ ബി 0. വാട്ട് ഈസ് 1 - 0? 1 - 0 വിൽ ബി 1 അല്ലേ. സെയിം വേ വാട്ട് ഈസ് 0 - 1? 0 - 1 വിൽ ബി 1 വിത്ത് ബോറോ 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, 0ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്ത റിസൾട്ട് 0, 1ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത റിസൾട്ട് 0, 1ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്ത റിസൾട്ട് 1, 0ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം -1 ആ റിസൾട്ട്. അപ്പോൾ -1 എന്ന് പറയുമ്പോൾ റിസൾട്ട് 1 ബോറോ 1. ബോറോ 1 വന്നു എന്ന് പറഞ്ഞതിൻ്റെ മീനിങ്, ബോറോ 1 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് നമ്മുടെ നമ്പർ നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, 0 - 1 വരുമ്പോൾ റിസൾട്ട് 1 ആണ്, ബോറോയും 1 ആണ്. ഈ രീതിയിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്തു നോക്കാം. അപ്പോൾ ഇത് കോംപ്ലക്സ് എക്സാമ്പിളൊന്നും നമ്മളിപ്പോൾ ഈ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ വെച്ച് നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യും. ചെറിയ പ്രോബ്ലംസൊക്കെ നമുക്ക് ഈ ബൈനറി സബ്ട്രാക്ഷൻ മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഫസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത് 1 - 0. സോ വാട്ട് ഈസ് 1 - 0 നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 1 - 0, 1ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് കിട്ടും റിസൾട്ട് വിൽ ബി 1. ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എലമെൻ്റ് ആണല്ലോ. അടുത്തത് 1 - 1. 1 - 1 ചെയ്താൽ എനിക്ക് കിട്ടും 0 അല്ലേ. ഇപ്പോൾ നമ്മൾ ചെയ്തത് 1 - 0 റിസൾട്ട് 1, 1 - 1 റിസൾട്ട് 0. ഇനി നമ്മൾ പെർഫോം ചെയ്യുന്നത് 0 - 1. എന്താണ് 0 - 1? 0 - 1 വിൽ ബി 1 വിത്ത് ബോറോ 1. ബോറോനെ ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 0 - 1 1 വിത്ത് ബോറോ 1 എന്ന് പറയുമ്പോൾ ബോറോനെ ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും? അപ്പോൾ ഇവിടെ അഡീഷണലി ഒരു ബോറോയും കൂടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം, ഇത് നമ്മളെങ്ങനെ പെർഫോം ചെയ്യും? ഇവിടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് 3 എലമെൻറ്റ് കുറക്കണം. അതായത് 1 - 1 - 0 നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണ് 1 - 1 - 0? 1 - 1 -
1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ് ഓൾറെഡി, എനിക്ക് കിട്ടും അല്ലേ. അപ്പോൾ 0 1 മൈനസ് 1 1 നിന്ന് 1 കുറച്ചാൽ 0 കിട്ടി, 0യിൽ നിന്ന് 0 കുറച്ചാൽ റിസൾട്ട് എന്താ 0. അപ്പോൾ എങ്ങനെ ചെയ്തത് 1 മൈനസ് 1 മൈനസ് 0, 1 മൈനസ് 1 മൈനസ് 0 വിൽ ബി 0. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് വരുന്ന എന്താണ് 1 മൈനസ് 1 മൈനസ് 1 എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി എനിക്കറിയാം 0. സോ വാട്ട് ഈസ് ദ റിസൾട്ട് ഹിയർ 0 0 1 0 1 വിൽ ബി ദി ഇക്വാലൻറ്റ് ബൈനറി സബ്ട്രാക്ഷൻ റിസൾട്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇത് സിമ്പിൾ സബ്ട്രാക്ഷൻ ആണ്. ഒരു കോംപ്ലക്സ് സബ്ട്രാക്ഷൻ വരുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തെന്ന് നിങ്ങളൊന്നും കൂടി നോക്കുക. 1 മൈനസ് 0 1, 1 മൈനസ് 1 0, 0 മൈനസ് 1, റിസൾട്ട് വിൽ ബി 1 വിത്ത് ബോറോ 1. അടുത്ത സ്റ്റെപ്പിൽ 3 എലമെൻറ്റ് വന്നപ്പോൾ 1 മൈനസ് 1 മൈനസ് 0, 1 മൈനസ് 1 0, 0 മൈനസ് 0 0. അടുത്ത സ്റ്റെപ്പിൽ 1 മൈനസ് 1, 1 മൈനസ് 1 എന്താണ് 0. സോ 0 0 1 0 1 വിൽ ബി ദി ഇക്വാലൻറ്റ് ബൈനറി സബ്ട്രാക്ഷൻ റിസൾട്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഡെസിമൽ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. ജനറലി നിങ്ങളിതിൻ്റെ ഡെസിമൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ട് 5 ആണ്. 5ന് ഇക്വാലൻ്റ് ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അത്. ഓക്കെ, ഇതിപ്പോൾ ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ട് 5 ആണ്. 5ന് ഇക്വാലൻ്റ് ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അത്. സോ നമ്മളിപ്പോൾ ജനറൽ മെത്തേഡ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് 1's കോംപ്ലിമെൻറ്റ് മെത്തേഡും 2's കോംപ്ലിമെൻറ്റ് മെത്തേഡുമാണ്. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്താണ് 1's കോംപ്ലിമെൻറ്റ്, എന്താണ് 2's കോംപ്ലിമെൻറ്റ് എന്ന് അറിയണം. അപ്പോൾ നമുക്ക് ഈ 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റും ഒരു വീഡിയോ വഴി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റുമാണ്. സോ ബോത്ത് ആർ റിലേറ്റഡ് ടു ബൈനറി നമ്പർ സിസ്റ്റം. ഒരു ബൈനറി നമ്പർ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റും. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഒരു 1's കോംപ്ലിമെൻറ്റ് കാണാൻ വളരെ എളുപ്പമാണ്. സബ്ട്രാക്ട് ഈച്ച് ബിറ്റ് ബൈ 1, or we can simply say invert the number. എന്താണ് ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ? ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ 0 എന്നുള്ള നമ്പറിനെ 1 ആക്കുക, 1 എന്നുള്ള നമ്പറിനെ 0 ആക്കുക, അല്ലെങ്കിൽ എല്ലാ ബിറ്റിൻ്റെയും കൂടിയും 1 വെച്ച് സബ്ട്രാക്ട് ചെയ്യാം. വളരെ ക്ലിയർ ആണ്. അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. 1's കോംപ്ലിമെൻറ്റ് പ്ലസ് 1, 1's കോംപ്ലിമെൻറ്റിനൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2's കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1 0 0 0. ഈ നമ്പറിൻ്റെ 1's കോംപ്ലിമെൻറ്റും കാണണം, 2's കോംപ്ലിമെൻറ്റും കാണണം. എങ്ങനെ കാണും? 1 0 0 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ 1 വെച്ച് ഓരോ ബിറ്റും സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 0 വരും, 0 1 1 1. അതായത് 1 0 0 തന്നെ നേരെ ഇൻവേർട്ട് ചെയ്താൽ 0 1 1 ആവും. ഇങ്ങനെയാണ് 1's കോംപ്ലിമെൻറ്റ് കിട്ടുക. 2's കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ ഈ ബിറ്റിൻ്റെ കൂടെ നിങ്ങൾ 1 ആഡ് ചെയ്യാം. എന്താ വരിക? 1 ആഡ് ചെയ്ത് നമുക്ക് കിട്ടും 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 0 1 0 0 വിൽ ബി ദ 2's കോംപ്ലിമെൻറ്റഡ് ഫോം. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഒരു എക്സാമ്പിളും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ 1 0 1 0, ഇതാണ് ഞാൻ പറയുന്ന എക്സാമ്പിൾ. 1 0 1 0ൻ്റെ 1's കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ഇറ്റ് വെരി ക്ലിയർ. 0 1 0 1. അതായത് ഈ 1 0 ആയി, 0 1 ആയി, 1 0 ആയി, 0 1 ആയി. ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാലോ ഈ 1's കോംപ്ലിമെൻറ്റിലൂടെ 1 കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 1 + 1 0 വിത്ത് ക്യാരി 1. ഇവിടെ എനിക്ക് കിട്ടും 1 + 0. 1 + 0 ഈസ് 1, 1 0. സോ വളരെ ക്ലിയർ ആണ്. 0 1 0 1 എന്ന് പറയുന്നത് ഈ നമ്പറിൻ്റെ 1's കോംപ്ലിമെൻറ്റും 0 1 1 0 എന്ന് പറയുന്നത് ഈ നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റുമാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 1's കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ ആ നമ്പറിനെ ഇൻവേർട്ട് ചെയ്യാം. ആ ഇൻവേർട്ട് ചെയ്ത നമ്പറിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2's കോംപ്ലിമെൻറ്റ് കിട്ടും. വളരെ ക്ലിയർ ആണ് ഇതിൻ്റെ ലോജിക്ക്. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 1's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത് സബ്ട്രാക്ട് ഈച്ച് ആൻഡ് എവരി ബൈനറി ഡിജിറ്റ് ഫ്രം നമ്പർ 1. 1 എന്നുള്ളൊരു ഡിജിറ്റിൽ നിന്ന് എല്ലാ ബിറ്റും സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 1's കോംപ്ലിമെൻറ്റ് കിട്ടുക. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. 2's കോംപ്ലിമെൻറ്റ് എങ്ങനെയായിരുന്നു? 1's കോംപ്ലിമെൻറ്റ് പ്ലസ് 1 ആയിരുന്നു 2's കോംപ്ലിമെൻറ്റ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ 2's കോംപ്ലിമെൻറ്റിന് 2 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1's കോംപ്ലിമെൻറ്റ് എന്താണ്, 2's കോംപ്ലിമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്
ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ്. സോ വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ബൈനറി സബ്ട്രാക്ഷൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫൈൻഡ് ദി വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ്. സെക്കൻഡ് സ്റ്റെപ്പിൽ പെർഫോം അഡീഷൻ, ദാറ്റ് ഈസ് ആഡ് ഫസ്റ്റ് നമ്പർ ആൻഡ് ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് ഓഫ് സബ്ട്രാൻ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് ക്യാരി ഈസ് ജനറേറ്റഡ് ആഡ് ദി ക്യാരി വിത്ത് ദി റിസൾട്ട്. ഇഫ് ദർ ഈസ് നോ ക്യാരി ടേക്ക് ദി വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി സം ആൻഡ് അസൈൻ നെഗറ്റീവ് സൈൻ. ഇങ്ങനെയാണ് സ്റ്റെപ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്സിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്കൊരു വീഡിയോയിലൂടെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വൺസ് കോംപ്ലിമെൻറ്റ് കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് അറിയേണ്ടത്, അപ്പോൾ ഈ വൺസ് കോംപ്ലിമെൻറ്റ് എന്നുള്ള മെത്തേഡാണ് ബൈനറി സബ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. സെവൻസ് കോംപ്ലിമെൻറ്റ് എന്നുള്ള മെത്തേഡാണ് ഒക്ടൽ സബ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. 15th കോംപ്ലിമെൻറ്റ് എന്നുള്ള മെത്തേഡാണ് ഹെക്സാഡെസിമൽ സബ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരേ സ്റ്റെപ്പാണ്. ആ കോംപ്ലിമെൻറ്റിൻ്റെ മാത്രം പേര് നിങ്ങൾ മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദി വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ്. അപ്പോൾ നമ്മൾ എ ബി എന്നുള്ള 2 നമ്പർ ആണെങ്കിൽ കുറയ്ക്കേണ്ട നമ്പർ ബി ആണ്. ബി എന്നുള്ള നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കുക. ദിസ് ഇസ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 നിങ്ങൾ നോക്കുക, പെർഫോം അഡീഷൻ. എന്താണ് പെർഫോം അഡീഷൻ? അപ്പോൾ നമ്മൾ എ മൈനസ് ബി എന്നുള്ള നമ്പർ എടുക്കുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബി എന്നുള്ള നമ്പർ എടുക്കുക. ബി എന്നുള്ള നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കുക, അത് എൻ്റെ കൂടെ ആഡ് ചെയ്യുക. അതാണ് പെർഫോം അഡീഷൻ എന്ന് പറയുന്നത്. ഇഫ് ക്യാരി ഈസ് ജനറേറ്റഡ് ആഡ് ദി ക്യാരി വിത്ത് ദി റിസൾട്ട്. ഇവിടെ 2 കണ്ടീഷൻ വരും. ഇഫ് ക്യാരി ഈസ് ജനറേറ്റഡ്, എങ്ങനെയാണ് ക്യാരി വരിക? അപ്പോൾ നമ്മൾ 2 4-bit നമ്പറാണ് ആഡ് ചെയ്യുന്നത്, നമുക്കൊരു 5-bit റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ഒരു ക്യാരി വന്നു. 2 4-bit നമ്പർ ആഡ് ചെയ്തിട്ട് ഒരു 4-bit നമ്പർ തന്നെയാണ് വരുന്നതെങ്കിൽ ദർ ഇസ് നോ ക്യാരി. അപ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനാണ് ഇഫ് ക്യാരി ഈസ് ജനറേറ്റഡ് ആഡ് ദി ക്യാരി വിത്ത് ദി റിസൾട്ട്. നമ്മൾ റിസൾട്ടിൻ്റെ കൂടെ ക്യാരി നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പോട്ടെ, ഇഫ് നോ ക്യാരി ഈസ് ജനറേറ്റഡ് ടേക്ക് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി സം ആൻഡ് പുട്ട് നെഗറ്റീവ് സൈൻ. അപ്പോൾ ക്യാരി വരുന്നില്ലെങ്കിൽ അതൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും, വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കാമെന്ന് പറയുന്നത്. അത് നമുക്ക് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ബൈനറി സബ്ട്രാക്ഷന് 2 ജനറൽ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന എക്സാമ്പിൾ 1100 മൈനസ് 1100 എന്നുള്ളത് ബൈനറിയാണ്. 0101 ഇതും എക്സാക്ട്ലി എന്താണ്? ബൈനറിയാണ്. അപ്പോൾ ഇത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാം? സ്റ്റെപ്പ് നമ്പർ 1 ഫൈൻഡ് ദി വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ്. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ കുറയ്ക്കുന്ന നമ്പർ ഇതാണ്, ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കുക. അപ്പോൾ എങ്ങനെ വരിക? വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് എന്താ വരിക? 0101. എങ്ങനെ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടുക? നേരെ നിങ്ങൾ റിവേഴ്സ് ചെയ്താൽ മതി അല്ലേ. നമുക്കറിയാം വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടുന്നത് 0യെ 1 ആയിട്ടും 1നെ 0 ആയിട്ടും റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കിട്ടും 1010 വിൽ ബി ദി ഇക്വാലൻറ്റ് വൺസ് കോംപ്ലിമെൻറ്റ് റിസൾട്ട്. സ്റ്റെപ്പ് നമ്പർ 2ൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് നമ്പർ 2ൽ നമ്മൾ ചെയ്യാനുള്ളത് പെർഫോം അഡീഷനാണ്. ഏതൊക്കെ നമ്പറിനെ ആഡ് ചെയ്യും? നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന ഈ 1100യും നമ്മൾ കിട്ടിയിരിക്കുന്ന ഈ ബി എന്നുള്ള നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യാം. വൺസ് കോംപ്ലിമെൻറ്റ് 1010. ഈ 2 നമ്പർ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? നിങ്ങൾ നോക്കുക, 0 + 0 0, 0 + 1 1, 1 + 0 1, 1 + 1 0 വിത്ത് ക്യാരി 1. നമ്മൾ ഓൾറെഡി അഡീഷൻ പഠിച്ചിരുന്നില്ല. എന്തായിരുന്നു? 0 + 0 എന്ന് പറയുന്നത് 0, 0 + 1 എന്ന് പറയുന്നത് 1, 1 + 0 എന്ന് പറയുന്നത് 1, 1 + 1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി 1. അങ്ങനെയാണല്ലോ. അപ്പോൾ 0 + 0 0, 0 + 1 1, 1 + 0 1, 1 + 1 എന്നുള്ള കേസിൽ നമുക്ക് കിട്ടും റിസൾട്ട് വിൽ ബി 0 വിത്ത് ക്യാരി 1. അപ്പോൾ ഈ ക്യാരി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതി അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിപ്പോൾ ഈ സ്റ്റെപ്പ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ 1 എന്ന് പറയുന്നത് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്ത ക്യാരിയാണ്. വൈ? ഇതിനെന്തുകൊണ്ടാണ് നമ്മൾ ക്യാരി എന്ന് പറയുന്നത്? ക്യാരി എന്ന് പറയാൻ വളരെ സിമ്പിളാണ് റീസൺ. നമ്മൾ 2 4-bit നമ്പറിനാണ് ആഡ് ചെയ്തത്, എനിക്ക് കിട്ടിയത് ഒരു 5-bit ആണ്. അപ്പോൾ ഈ 5th ബിറ്റിനെ ബേസിക്കലി നമുക്ക് പറയാം ക്യാരി. അപ്പോൾ നമുക്കിവിടെ ഏത് കണ്ടീഷനാണ് കിട്ടിയത്? നമ്മൾ 1ഉം 2ഉം ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇഫ് ക്യാരി ഈസ് ജനറേറ്റഡ് എന്നുള്ള കണ്ടീഷൻ നമുക്ക് കിട്ടിയത്. ആഡ് ദി ക്യാരി വിത്ത് ദ റിസൾട്ട്. അപ്പോൾ റിസൾട്ട് എന്തായിരുന്നു? 0110 ആയിരുന്നു റിസൾട്ട്. ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ക്യാരി ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് വരും? 0110ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 0 + 1 1, 1 1 0. സോ വാട്ട് ഈസ് ദ റിസൾട്ട് ഹിയർ? 0111. 0111 ആണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ റിസൾട്ട്. അതായത് 0111 നിങ്ങൾ ശരിക്കും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഇത് 7 ആൻസർ കിട്ടും. നിങ്ങൾ ഡെസിമൽ കൺവേർഷൻ പഠിച്ചാലേ 7. അപ്പോൾ വളരെ ക്ലിയർ ആണ്. 1100 എന്നുള്ള സീക്വൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 12 ആണ് 1100. 0101 ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 ആണ്. ശരിക്കും 12 - 5 എന്ന് കിട്ടുന്ന ആക്ച്വലി 7 തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ സ്റ്റെപ്പ് വഴിയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഒരു ലാർജർ നമ്പർ എന്നൊരു സ്മോളർ നമ്പർ കുറച്ച് എക്സാമ്പിളാണ്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സാമ്പിൾ ഇതാണ്. 0101 മൈനസ് 1100. നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയാണ് വരിക എന്ന്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് സ്റ്റെപ്പ് നമ്പർ 1, ഫൈൻഡ് ദി വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ്. കുറയ്ക്കേണ്ട നമ്പർ ഏതാണോ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുക. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ കാണുന്നത് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 1100. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് 1100ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഇറ്റ് വിൽ ബി ഇക്വലൻ ടു 0011. അതായത് 1 എന്നുള്ളത് 0 ആവും, 1 എന്നുള്ളത് 0 ആവും, 0 എന്നുള്ളത് 1 ആവും, 0 എന്നുള്ളത് 1 ആവും. കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? പെർഫോം അഡീഷൻ. അഡീഷൻ എങ്ങനെ പെർഫോം ചെയ്യും? അഡീഷൻ നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഏതൊക്കെ നമ്പറിനെയാണ് ആഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട്. പെർഫോം അഡീഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പറായ 0101 സെക്കൻഡ് നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് ആയ 0011 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും അഡീഷൻ? നിങ്ങൾ നോക്കുക. നമുക്കറിയാം അഡീഷൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് അല്ലേ. 1 + 1 0 വിത്ത് ക്യാരി. എങ്ങനെ വരിക? 1 + 1 1 + 1 നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടും 0 വിത്ത് ക്യാരി 1. അടുത്ത സ്റ്റെപ്പിൽ 1 + 0 + 1 1 + 0 + 1 ഈസ് ഓൾസോ റിസൾട്ട് ഈസ് 0 വിത്ത് ക്യാരി 1. നമ്മൾ ബൈനറി എഡിഷൻ പഠിച്ചാണ്. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടി കാണുക. ഓക്കെ, അടുത്ത് 1 + 1 + 0 0 വിത്ത് ക്യാരി 1. അടുത്ത സ്റ്റെപ്പിൽ 1 + 0 + 0 ഇറ്റ് വിൽ ബി 1. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 0 + 1 1 + 0 + 1 എന്ന് പറഞ്ഞാൽ 1 + 1 പോലെ തന്നെയാണ്. 0 വിത്ത് ക്യാരി 1, 1 + 1 + 0 0 വിത്ത് ക്യാരി 1, 1 + 0 + 0 1. സോ വാട്ട് ഈസ് എ റിസൾട്ട് ഹിയർ? നമ്മൾ 2 4 ബിറ്റ് നമ്പറിന് ആഡ് ചെയ്തു. നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ത് തന്നെയാണ്? ഒരു 4 ബിറ്റ് നമ്പർ തന്നെയാണ്. അപ്പോൾ അതിൽ ഏത് കണ്ടീഷനാണ്? ഹിയർ ഈസ് നോ ക്യാരി. ഇവിടെ ക്യാരി ജനറേറ്റ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഇതിൽ 1ഉം 2ഉം നമ്മൾ പെർഫോം ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഏത് കണ്ടീഷനാണ് വരിക? ഇഫ് നോ ക്യാരി ഈസ് ജനറേറ്റഡ്. ക്യാരി ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ടേക്ക് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി സം ആൻഡ് പുട്ട് നെഗറ്റീവ് സൈൻ. അപ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ പറയുന്നത്? ടേക്ക് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി സം ആൻഡ് പുട്ട് നെഗറ്റീവ് സൈൻ. അപ്പോൾ നമ്മളെ നമ്പർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാനാണ് പറയുന്നത് സ്റ്റെപ്പ് നമ്പർ 3. സോ വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 1,000. എന്തുകൊണ്ടാണ് നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്നത്? ബിക്കോസ് ക്യാരി ജനറേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടീഷൻ എടുത്തത് അല്ലേ. വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 1,000 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇറ്റ് വിൽ ബി ഇക്വലൻ ടു 0111. അതായത് 1 എന്നുള്ളത് 0 ആയി, 0 എന്നുള്ളത് 1 ആയി, 0 എന്നുള്ളത് 1 ആയി, 0 എന്നുള്ളത് 1 ആയി. ഇത്ര മാത്രം ചെയ്താൽ പോരാ. ടേക്ക് ദി വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി സം. ഇതാണ് വൺസ് കോംപ്ലിമെൻറ്റ് ആൻഡ് പുട്ട് നെഗറ്റീവ് സൈൻ. ഇതിന് എന്തിടണം? സൈൻ ഷുഡ് ബി നെഗറ്റീവ്. സോ -7 വിൽ ബി ദി റിസൾട്ട്. അപ്പോൾ ഈ നെഗറ്റീവ് നമ്പർ റെപ്രസെൻറ്റേഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ഈ 0111 ഓൾറെഡി നമുക്കറിയാം 7 ആണ്. അപ്പോൾ -7 ആയിരിക്കും എനിക്ക് കിട്ടുന്ന ആക്ച്വൽ ആൻസർ. അപ്പോൾ നമുക്ക് ബൈനറി സബ്ട്രാക്ഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യം ബൈനറി സബ്ട്രാക്ഷൻ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്നു നമ്മളിപ്പോൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ ഈ 3 സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. 3 സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് ബൈനറി സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് തേർഡ് മെത്തേഡാണ്. ദാറ്റ് ഈസ് ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് 2's കോംപ്ലിമെൻറ്റ് എന്നുള്ള മെത്തേഡാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് 2's കോംപ്ലിമെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 3 സ്റ്റെപ്സാണ് നമ്മൾ ബേസിക്കലി ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് 2's കോംപ്ലിമെൻറ്റ് എന്നുള്ള സ്റ്റെപ്പിന് യൂസ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദി 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദി നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ്, perform addition, and if carry is generated discard the carry. If there is no carry take the 2's complement of the sum and assign negative sign. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് 2's കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ ഡിസ്കസ് ചെയ്തു. നമുക്കിനി 2's കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2's കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി എങ്ങനെയായിരിക്കും 2's കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ വരിക? വൺസ് കോംപ്ലിമെൻറ്റ് പ്ലസ് 1 ആണ് 2's കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് മെത്തേഡിലും ഈ റിസൾട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ചെയ്താലും 2's കോംപ്ലിമെൻറ്റ് മെത്തേഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ പറയും പെർഫോം ദി ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് 2's കോംപ്ലിമെൻറ്റ് മെത്തേഡ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ 2's കോംപ്ലിമെൻറ്റ് മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ
നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം സ്റ്റെപ്പ്. നമ്മൾ 1's കോംപ്ലിമെൻറ്റ് ചെയ്ത് പോലെ തന്നെയാണ് 2's കോംപ്ലിമെൻറ്റ്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഫൈൻഡ് ദി 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദി നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കുറയ്ക്കേണ്ട നമ്പർ ഏതാണോ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദി 2's കോംപ്ലിമെൻറ്റ് ഓഫ്, അപ്പോൾ a - b ആണ് ചെയ്യുന്നതെങ്കിൽ b എന്നുള്ള നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുക്കുക. പെർഫോം അഡീഷൻ, ഇതാണ് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് എന്തായിരുന്നു, കുറയ്ക്കേണ്ട നമ്പർ ഏതാണോ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ പെർഫോം അഡീഷൻ, ഈ രണ്ട് നമ്പറിന് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇഫ് ക്യാരി ഈസ് ജനറേറ്റഡ്, രണ്ട് കണ്ടീഷൻ വരാം. നമ്മൾ ആഡ് ചെയ്ത റിസൾട്ടിൽ ക്യാരി വരാം, ക്യാരി വരാതിരിക്കാം. ഇഫ് ക്യാരി ഈസ് ജനറേറ്റഡ് നെഗ്ലക്ട് ദി ക്യാരി, ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാരിയെ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. 1's കോംപ്ലിമെൻറ്റിൽ എന്തായിരുന്നു, ആ ക്യാരിയെ നിങ്ങളോട് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ക്യാരിയെ നിങ്ങൾ എന്ത് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യാൻ കട്ട് ചെയ്ത് കളയാം. ഓക്കെ. ഇഫ് നോ ക്യാരി ഈസ് ജനറേറ്റഡ് ടേക്ക് ദി 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദി സം ആൻഡ് പുട്ട് നെഗറ്റീവ് സൈൻ. ക്യാരി വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ക്യാരി വരുന്നില്ലെങ്കിൽ നമ്മുടെ നമ്പർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ കിട്ടിയിരിക്കുന്ന റിസൾട്ടിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുക്കുക. 2's കോംപ്ലിമെൻറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിന് നെഗറ്റീവ് സൈൻ ഇടുക. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഗിവൺ എക്സാമ്പിൾ നോക്കാം. 1001 - 0100. ഇത് നമ്മൾ 2's കോംപ്ലിമെൻറ്റ് മെത്തേഡ് വെച്ചിട്ടാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് പെർഫോം ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ ടേക്ക് ദി 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദി നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ്. കുറയ്ക്കേണ്ട നമ്പർ ഏതാണ്, അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് ഓഫ് 0100 ആണ് നമ്മൾ ആദ്യം പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് 0100, കുറയ്ക്കേണ്ട നമ്പറാണ്, നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ് ആണ് 0100, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ 1's കോംപ്ലിമെൻറ്റ് എടുക്കുക. 1's കോംപ്ലിമെൻറ്റ് എന്ത് വരും, 1011, അതായത് ഈ 0 1 ആയി, 1 0 ആയി, 0 1 ആയി, 0 1 ആയി. 2's കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. 1's കോംപ്ലിമെൻറ്റ് പ്ലസ് 1 അല്ല 2's കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്കിവിടെ കിട്ടും 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 0 1 1. സോ വാട്ട് ഈസ് ദ റിസൾട്ട് ഹിയർ, 1100. 1100 എന്നുള്ള നമ്പറാണ് ആക്ച്വലി ഈ 0100ൻ്റെ 2's കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, അഡീഷൻ പെർഫോം ചെയ്യണം. ഏതൊക്കെ നമ്പറിനെ ആഡ് ചെയ്യും, ഫസ്റ്റ് നമ്പറായ 1001ഉം സെക്കൻഡ് നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ഫോമായ 1100യാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 + 0 1, 0 + 0 0, 0 + 1 1. നമുക്കറിയാലോ 1 + 1 വന്നാൽ എന്താ വരിക, 0 വിത്ത് ക്യാരി 1 അല്ല വരിക. അപ്പോൾ 1 + 1 ചെയ്യുമ്പോൾ 0 വിത്ത് ക്യാരി 1, അഡീഷണൽ ക്യാരി നമ്മൾ അടുത്ത സ്റ്റെപ്പിൻ്റെ കൂടെ എഴുതി. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ നോക്കുക, 10101. അപ്പോൾ ഈ 5th ബിറ്റ് ആയിരിക്കും എക്സാക്ട്ലി നമ്മുടെ ക്യാരി എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെ ക്യാരി നമ്മൾ ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, 2 4 ബിറ്റിനെ ആഡ് ചെയ്ത് ഒരു 5 ബിറ്റ് റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്പർ ഈ 5th ബിറ്റിനെ നമ്മൾ ക്യാരി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്, ഇഫ് ക്യാരി ഈസ് ജനറേറ്റഡ് നെഗ്ലക്ട് ദി ക്യാരി. 2's കോംപ്ലിമെൻറ്റിൽ ക്യാരിയെ നെഗ്ലക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ റിസൾട്ട് ഹിയർ, നെഗ്ലക്ട് ദി ക്യാരി. നെഗ്ലക്ട് ദി ക്യാരി എന്ന് പറഞ്ഞാൽ 0101 വിൽ ബി ദി ആക്ച്വൽ റിസൾട്ട്. 0101 ആയിരിക്കും എൻ്റെ ആക്ച്വൽ റിസൾട്ട്. ഞാനിവിടെ പ്രൊഡ്യൂസ് ചെയ്ത ക്യാരിയെ എക്സാക്ട്ലി എന്ത് ചെയ്തു, നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ കൂടി പറയാം. നമ്മൾ പറയുന്ന കണ്ടീഷൻ ഒരു ചെറിയ നമ്പറിൽ നിന്ന് ഒരു വലിയ നമ്പർ സബ്ട്രാക്ട് എ സ്മോളർ നമ്പർ, എ ലാർജർ നമ്പർ ഫ്രം എ സ്മോളർ നമ്പർ. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളും ചെയ്ത് നോക്കാം. 0110 - 1011. അപ്പോൾ നമ്മൾ ഇതേ സ്റ്റെപ്പ് തന്നെ പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1ൽ നമ്മൾ 2's കോംപ്ലിമെൻറ്റ് എടുക്കും. 2's കോംപ്ലിമെൻറ്റ് ഓഫ് 1011 ആദ്യം പെർഫോം ചെയ്യും. അപ്പോൾ എന്താ വരിക, ആദ്യം ഇതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് എടുക്കുക. 1's കോംപ്ലിമെൻറ്റ് എന്താ വരിക, ഇറ്റ് വിൽ ബി 0100. അതായത് എന്ത് ചെയ്തു, 1011 അതിൽ 1 0 0 1 1 0 1 0. 2's കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞ് എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. എന്താ 1 ആഡ് ചെയ്ത് വരിക, 0 + 1 1 0 1 0. സോ വാട്ട് ഈസ് ദി 2's കോംപ്ലിമെൻറ്റ് ഫോം, 0101 വിൽ ബി ദി ഇക്വാലൻറ്റ് 2's കോംപ്ലിമെൻറ്റ് ഓഫ് 1011. ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് റിസൾട്ട് ഇതാണ് അല്ലേ. സ്റ്റെപ്പ് നമ്പർ 2ൽ നമ്മൾ എന്ത് ചെയ്യും, പെർഫോം അഡീഷൻ. ഏതൊക്കെ നമ്പറിനെ ആഡ് ചെയ്യും, ഫസ്റ്റ് നമ്പറായ 0110യും സെക്കൻഡ് നമ്പറായ 0110 ആണ് ഫസ്റ്റ് നമ്പർ. സെക്കൻഡ് നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ഫോമായ 0101 നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ആഡ് ചെയ്ത് എന്താ വരിക, 0 + 1 1, 1 + 0 1, 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 0 + 0 1. സോ 1011 വിത്ത് റിസൾട്ട്. സോ നിങ്ങൾ ഈ റിസൾട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും,
ദ റിസൾട്ട് ഷുഡ് നോട്ട് ഹാവ് എനി ക്യാരി. 2 4 ബിറ്റിന് ആഡ് ചെയ്തു, നമുക്കൊരു അഡീഷണൽ ഒരു 4 ബിറ്റിന് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഏതാ കണ്ടീഷൻ? നോ ക്യാരി. ഇവിടെ ക്യാരി ഇല്ല. നേരത്തെ കേസിൽ നമുക്ക് ക്യാരി ജനറേറ്റ് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഇഫ് നോ ക്യാരി ഈസ് ജനറേറ്റഡ് ടേക്ക് 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദി സം ആൻഡ് പുട്ട് നെഗറ്റീവ് സൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫോം കറക്റ്റ് റിയൽ വേർഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ എന്ത് ചെയ്യുക? 2's കോംപ്ലിമെൻറ്റ് എടുക്കുക. 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദി റിസൾട്ട്. ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എന്താ വരിക? ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ഓഫ് 1011. അപ്പോൾ ഇതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? 0100 ആയിരിക്കും. 2's കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ ഇതിനൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 0101. So 0101 will be the equivalent result and 0101 should be negative form. അപ്പോൾ എന്തായിരിക്കും ഇതിൽ പറയുന്നത്? നോ ക്യാരി ഈസ് ജനറേറ്റഡ് ടേക്ക് 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദി സം ആൻഡ് പുട്ട് നെഗറ്റീവ് സൈൻ എന്നാണ്. ഇതിന് നെഗറ്റീവ് സൈൻ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2's കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും ഈ നെഗറ്റീവ് ഫോം എന്നുള്ളത് ഇൻകംപ്ലീറ്റ് ആണ്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നെഗറ്റീവ് നമ്പർ റെപ്രസെൻറ്റേഷൻ കൂടി മനസ്സിലാവണം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ബൈനറി സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ മെത്തേഡിലൂടെയാണ് നമ്മൾ 2 ബൈനറി നമ്പറിനെ എക്സാക്ട്ലി എന്ത് ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ് എങ്ങനെയാണ് 2's കോംപ്ലിമെൻറ്റും 1's കോംപ്ലിമെൻറ്റും ജനറൽ മെത്തേഡിലും നമ്മൾ എങ്ങനെയാണ് ബൈനറി സബ്ട്രാക്ഷൻ പെർഫോം ചെയ്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ഏതാണെങ്കിലും നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ മെത്തേഡിൽ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങളിതെടുത്ത് ചെയ്യുക. ഓക്കെ.